പ്രീ ഇസ്ലാമിക് പീരീഡ്, ഇസ്ലാമിന്റെ മുമ്പുള്ള കാലം ഞങ്ങൾ ജീവിച്ചത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് നബിയേ. വശർരിൻ, ഞങ്ങൾ കടുത്ത മോശമായ ജീവിതത്തിലായിരുന്നു. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ, അപ്പോഴല്ലേ നബിയേ അല്ലാഹു ഞങ്ങൾക്ക് നിങ്ങളെ തന്നത്, വിശുദ്ധ ഖുർആൻ തന്നത്, ഇസ്ലാം തന്നത്. ഇസ്ലാം കിട്ടി. ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർരിൻ, ഈ നന്മക്ക് ശേഷം എന്തെങ്കിലും ഷർറുകളുണ്ടോ നബിയേ? എന്തെങ്കിലും പ്രയാസം വരാൻ പോണ്ട നബിയേ? ഇസ്ലാമിലായി ഞങ്ങൾ, ഇസ്ലാമില്ലാതെ പോകുന്ന കാലം വരുമോ? നഅം, ഉണ്ട്. ഇസ്ലാമൊക്കെ പഴഞ്ചനാണെന്ന് പറയുന്നൊരു സമയം വരും. ഞാൻ ചോദിച്ചു നബിയേ യാ റസൂലല്ലാഹ് വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈറിൻ, ഏതെങ്കിലും ഷർറിന്റെ ശേഷം ഇനി നന്മയുണ്ടോ നബിയേ? നബിയോടുകൂടെ ജീവിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ നന്മയാണ്. ഇനി ഇതില്ലാത്ത, ഇത്രയും ക്വാളിറ്റി ഇല്ലാത്തൊരു സമയം വരും. അത് കഴിഞ്ഞിട്ട് നന്മ വരുമോ നബിയേ? നഅം, വരുന്നുണ്ട്. വഫീഹി ദഹനുൻ, അതിൽ ദഹൻ. ഞാൻ ചോദിച്ചു വമാ ദഖനുഹു, എന്താണ് നബിയെ ദഖൻ എന്ന് പറഞ്ഞാൽ? ഖൗമുൻ യഹുദൂന ബിഗൈരി ഹദീ, എന്റെ ആദർശങ്ങളല്ലാത്തത് ലോകത്ത് കൊണ്ടു നടക്കുന്നവർ. തഅരിഫു മിൻഹും വതുൻകിറു, അവരിൽ ചെയ്യുന്ന ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാം, ചിലത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നന്മ വരും. ഞാൻ ചോദിച്ചു നബിയെ ആ നന്മക്ക് ശേഷം വേറെ ഷർറ് വരാനുണ്ടോ? ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ ഒരു നന്മ എന്ന് പറഞ്ഞാൽ കുറച്ച് മുസ്ലിമീങ്ങളായിട്ട് ജീവിക്കും, എന്നാൽ ന്യൂ ഇയർ വരുമ്പോഴൊക്കെ മിനുങ്ങും, കല്യാണത്തിനൊക്കെ ഇച്ചിരി കള്ളുകുടിക്കും, എന്നാ പിന്നെ നിക്കാഹൊക്കെ പള്ളിയിൽ ഉസ്താദന്മാരൊപ്പം തന്നെ അന്ന് അസ്റും ളുഹറൊക്കെ നിസ്കരിക്കുകയും ചെയ്യും. ഇങ്ങനെ കൂട്ടിക്കുഴച്ചു പോകുന്നൊരു കാലം വരും. സുബ്ഹാനല്ലാഹ്. കല്യാണം ആലോചിക്കാനാവുമ്പോഴേ ഒന്നാം സഫിൽ പോയിരിക്കുമല്ലോ ചെറുപ്പക്കാര്. ആലോചന വരുമ്പോ ആ ചെറുപ്പക്കാരനെ ഇന്നലെ സുബൈക്ക് ഞാൻ കണ്ടല്ലോ, ഈ 21ാം നൂറ്റാണ്ടിലൊക്കെ സുബൈസ്ക്കൊക്കെ ചെറുപ്പക്കാരനെ കിട്ടുമോ? അങ്ങനെ പറയാം. പാപ്പാരെ കല്യാണം ആലോചിക്കുമ്പോ തന്നെ എന്താ പറയുന്ന, കള്ളുപിടിച്ച് വീഴാത്ത ടൈപ്പ് വല്ലതും ഉണ്ടോ കിട്ടാൻ? ചെറുപ്പക്കാരെ കള്ളു കുടിക്കാത്തത് ചോദിക്കാൻ വയ്യ, വീഴാത്തതുണ്ടെങ്കിൽ മതിയെന്ന. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ പോലത്തേക്ക് എത്തിയിട്ടുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ കുറച്ച് ദീനുണ്ട്. പിന്നെ അതെന്താണെന്നറിയോ, വേദനും പോയിരിക്കും, ഗാനമേളുണ്ടെങ്കിൽ ഒന്നാം സഫിൽ അവിടെ ഉണ്ടാകും, സിനിമാ തിയേറ്ററിലും ഉണ്ടാകും. ഇങ്ങനത്തെ ടീം, അതാണ് വിഷയം. അങ്ങനത്തെ ഒരു കാലം വരുന്ന അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്, കുറെ ഉദാഹരണം എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് ചില ആളുകൾക്ക് വിഷമാകുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരിക്കാം. കാണപ്പെടാത്തിടത്തേക്കൊക്കെ എത്തിപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ദീനിന്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾ അങ്ങനത്തെ സദസ്സുകളിലൊക്കെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗുരുതരമായ തെറ്റാണ്. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഞാൻ ചോദിച്ചു നബിയെ ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ നന്മക്ക് ശേഷം, അതൊരു ചെറിയ നന്മയാണെങ്കിലും അതിന് ശേഷം വലിയ വിപത്ത് വരാനുണ്ടോ? ഖാല നഅം, ഉണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് നിങ്ങളെ വിളിക്കുന്നവർ വരും. നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്നവർ, ഇങ്ങോട്ട് വരൂ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളോടൊപ്പം ചേർന്നു വാ എന്ന് വിളിക്കുന്നു. അതായിരിക്കും നമ്മുടെ കടപ്പുറത്തൊക്കെ ഇന്ന് കാണുക. ബാറുകളിൽ കാണുന്ന ഇന്നത്തെ കച്ചവടം പൊടിപൊടിക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങോട്ട് പോരിൻ, ഇന്ന് ഡിസ്കൗണ്ട്, ഇന്ന് പ്രത്യേകമായ ചില വിഭവങ്ങൾ വരിന്നെന്ന്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം. ഒരു ചുംബന സമരം കഴിഞ്ഞതിന്റെ ശേഷം കോഴിക്കോട് നഗരത്തിൽ നാളെ ഒന്ന് വേണമെന്ന് പറഞ്ഞു വെച്ച സംഘടനകളുണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് വരുന്നുവോ ഞങ്ങളുടെ കൂടെ കൂടിക്കോ, പ്രൊട്ടക്ഷൻ ഞങ്ങൾ തരാമെന്ന് പറയുന്നവർ. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് പോകുന്ന പണികൾ ചെയ്യാനുള്ള സംഘടനകൾ. ദുആ, അവർ ചെയ്യുന്ന ദഅവത്ത് നരകത്തിലേക്ക് കൊണ്ടുപോവലാണ്. മൻ അജാബഹും ഇലൈഹാ, ആരെങ്കിലും ആ പരിപാടികൾക്ക് പോയാൽ ഖദഫൂഹു ഫീഹാ, നരകത്തിലേക്കാണ് അവർ അവരെ തള്ളിവിടുന്നത്.
ഞാൻ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, അവരാരാണെന്ന് പറഞ്ഞു തരൂ നബിയേ. ഹും മിൻ ജിൽദതിനാ, അവര് നമ്മുടെ ആളുകൾ തന്നെയാണ്. വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മുടെ ഭാഷയും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഉപയോഗിക്കുന്നവർ മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളാണ് ഇത്തരം സംഘടനകൾക്ക് നേതൃത്വത്തിലേക്ക് വരുന്നവർ. മുസ്ലിമീങ്ങളായ ആളുകൾ തിന്മയുടെ സാഹചര്യങ്ങൾ ഒരുക്കുകയും ആളെ കൂട്ടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഗാനമേളൊക്കെ സംഘടിപ്പിച്ച സംഘാടകരാരാ? മുസ്ലിമീങ്ങൾ. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള വെച്ചോളിങ്ങൾ. നല്ല പാട്ട്, അള്ളാഹിനെ പറ്റി, നബിനെ പറ്റി, ദീനിനെ പറ്റിയുള്ള എന്ത് രസമുള്ള മധുരഗാനങ്ങളുണ്ട്. അങ്ങനൊരു ഗാനമേള വെച്ചൂടെ? മ്യൂസിക് ഇല്ല, പെണ്ണുങ്ങളെ സ്റ്റേജുമേ കയറ്റുന്നില്ല, 1 നമ്പർ നല്ല നല്ല മധുരഗാനങ്ങൾ, അതൊക്കെ പാടാൻ റെഡിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ആളെ കിട്ടൂലെങ്കിൽ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞുതരാം. നല്ല അത് നമ്മളൊരു കാര്യം, ഒരു സമൂഹത്തിന് വിരോധം, നമ്മളതിനെ എതിർക്കുന്ന സമയത്ത് സമൂഹത്തിന് ഒരു ഓൾട്ടർനേറ്റീവ് കൊടുക്കണം എന്നാ പകരം എന്ത്? മ്യൂസിക് ഉപയോഗിക്കരുത്, പ്രായപൂർത്തിയായ പെൺകുട്ടികളെ സ്റ്റേജുമേ കയറ്റരുത്. ഇതൊന്നുമില്ലാത്ത നല്ല മദഹഗാനങ്ങൾ അടിപൊളിയായിട്ട് പാടൂലേ? എന്ത് രസമുണ്ടാവും. ഗൾഫ് നാടുകളിലൊക്കെ ഒരുപാട് റേഡിയോകളുണ്ട്, നല്ല നല്ല റസൂലുള്ളാഹി തങ്ങളുടെ മദഹഗാനങ്ങൾ. ഷാർജ റേഡിയോ, ദുബൈയിലെ നൂർ ദുബൈ റേഡിയോ, നൂർ ദുബൈ ചാനലുകൾ, നല്ല ഒരു മ്യൂസിക്കും ഇല്ല, മൈക്ക് തന്നെ അങ്ങ് നന്നായാൽ എന്ത് രസമുള്ള പാട്ടുകളാണ്. ഇവിടത്തെ എന്റെ സുഹൃത്ത് ആലപ്പുഴക്കാരൻ അനസ് വന്നിരുന്നു പെട്ടാമ്പിയിൽ 2-3 ദിവസം മുമ്പ്. നല്ലൊരു മദഹഗാനം, എന്ത് രസമുള്ള പാട്ട്. യാ അല്ലാഹ്, സലാം നബിയെ, നബിക്ക് സലാം എന്ന് പറഞ്ഞൊരു പാട്ടുപാടി അത്ഭുതപ്പെടുകയാണ്. അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്ന ചെറുപ്പക്കാർ നമ്മുടെ അടുത്തുണ്ട്. എന്തിനാ പിന്നെ ഈ മുട്ടും പാട്ടും ചനങ്കം വെച്ചിട്ട് പെണ്ണുങ്ങളെയും വെച്ചിട്ട് എന്തിനാ ഹറാമിന്റെ സമ്പാദ്യം? എന്നിട്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇങ്ങനെ ഗാനമേള നടത്തി നിങ്ങൾ സ്വതം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അത് അള്ളാഹു സ്വീകരിക്കൂല, അത് ഹറാമിന്റെ പൈസയാ. എന്തിനാ നിങ്ങൾ ചാരിറ്റി ചെയ്യുന്നത്? ഹലാലായ രീതിയിൽ അള്ളാഹു വഴിവെച്ചിരിക്കെ എന്തിന് ഹറാമിന് പോകണം? ട്രെൻഡ് മാറ്റി നോക്കുക. മ്യൂസിക് എല്ലാരും ചെയ്യുന്നില്ലേ? മുസ്ലിമീങ്ങളൊന്ന് മാറ്റിപ്പിടിക്കുക. മ്യൂസിക് ഇല്ലാത്ത ഗാനമേള, നല്ല 1 നമ്പർ മാസ്റ്റേഴ്സ്, ചെറുപ്പക്കാർ പാടുന്നു മദ്ഹഗാനങ്ങൾ. അവിടെ കൂടിക്കലരുന്ന രീതി വരുന്നില്ല, പെണ്ണുങ്ങൾ സ്റ്റേജിമ വരുന്നില്ല, നല്ല മദ്ഹഗാനം, നല്ല ട്രൂപ്പുകൾ സംഘമായി പാടട്ടെ. ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? ശറഅ് പാടില്ല എന്ന് പറഞ്ഞു? ഇല്ലല്ലോ. ഹലാലായിട്ട് നിങ്ങൾ ചെയ്തോ, ഹറാമായിട്ട് ചെയ്യല്ലേ. അങ്ങനെ ആലോചിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഉമ്മത്തിന് അള്ളാഹു ഹറാമ് കേൾക്കാനോ കാണാനോ ഉള്ള അവസരം ഒരു മുസ്ലിം സംഘടനകളും ചെയ്യരുത്. ഒരു മുസ്ലിം സംഘടനകൾ ചെയ്യരുത്. ഹും മിൻ ജിൽദതിനാ വയതകല്ലമൂന ബിഅൽസിനതിനാ, നമ്മുടെ ഭാഷ സംസാരിക്കുകയും നമ്മുടെ സംസ്കാരമാണെന്ന് പറയുകയും ചെയ്യുന്ന ആളുകളാണ്. നരകത്തിന്റെ വാതിൽക്കൽ വന്ന് വിളിക്കുന്നവ ചില ആളുകൾ വരും. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിലേക്ക് വരുന്നോ എന്ന് ടിക്കറ്റ് സെയിൽ ചെയ്യുന്ന ആളുകൾ വരാനുണ്ടെന്ന് എന്റെ മുത്തുനബി എന്നോട് പറഞ്ഞുവെന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തആല നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനേ.